ഒരിടത്തൊരിടത്ത് ഒരു പാവ അമ്മക്കുറുക്കനും അമ്മക്കുറുക്കൻ്റെ കുഞ്ഞും കൂടി സന്തോഷമായിട്ട് താമസിക്കുകയായിരുന്നു. അമ്മക്കുറുക്കൻ ഭക്ഷണം അന്വേഷിച്ച് പുറത്തോട്ടെല്ലാം പോകുമ്പോൾ തൻ്റെ പാവം കുഞ്ഞിനെയും കൂടെ കൂട്ടുമായിരുന്നു. ഇവരുടെ സ്നേഹം ദൂരെ നിന്ന് ഒരു കള്ളക്കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കള്ളക്കുറുക്കന് ഈ കുഞ്ഞിനെ തട്ടിയെടുക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവരറിയാതെ അവരുടെ പുറകെ ഈ കുറുക്കനും പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കുഞ്ഞുകുറുക്കൻ തൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു മുന്തിരി വേണമെന്ന്. അങ്ങനെ മുന്തിരിക്കൊല പറിക്കാനായി അമ്മ ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കുഞ്ഞോട് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ആ തക്കം നോക്കി ഈ കള്ളക്കുറുക്കൻ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. പാവ അമ്മക്കുറുക്കൻ ഇതൊന്നും കണ്ടില്ല. അമ്മക്കുറുക്കൻ ആരാണ് കൊണ്ടുപോയതെന്നോ കുഞ്ഞെങ്ങോട്ടോ പോയതെന്നോ ഒന്നും കണ്ടില്ല. മുന്തിരിക്കൊലയും പറിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ കണ്ടില്ല. കുറുക്കന് പെട്ടെന്ന് വല്ലാത്ത വിഷമം തോന്നി. കുറുക്കൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യും? ആര് തന്നെ സഹായിക്കും? വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അണ്ണാനും തത്തമ്മയും പറന്നു വന്നു. കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറുക്കനമ്മയുടെ കൂടെ അവരും കുഞ്ഞിനെ അന്വേഷിക്കാൻ കൂടി. കാട്ടിലുള്ള പല സ്ഥലങ്ങളിലും കുഞ്ഞിനെ അന്വേഷിച്ചു നോക്കി, എവിടെയും കണ്ടില്ല. പാവം കുറുക്കന് വിഷമമായി. അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറുക്കൻ ദൂരെ ഒരു വീട്ടില് തന്റെ കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടു. വേഗം തന്നെ അവിടെ ചെന്നു. അപ്പോൾ കള്ളക്കുറുക്കന് കാര്യം മനസ്സിലായി. കള്ളക്കുറുക്കൻ വേഗം തന്നെ ആ കുഞ്ഞിനെ വീടിന്റെ അകത്തേക്ക് മാറ്റി. എന്നിട്ട് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെന്റെ കുഞ്ഞാണ്, ഇതിനെ ആർക്കും തരില്ല. അവർ തമ്മിൽ വാക്കുതർക്കമായി. അണ്ണാനും തത്തമ്മയും പറഞ്ഞു, ഇത് പരിഹരിക്കണമല്ലോ. കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അങ്ങനെ സിംഹരാജാവിന്റെ അടുത്ത് ചെന്നിട്ട് രണ്ട് കുറുക്കന്മാരും തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബുദ്ധിയുള്ള സിംഹരാജാവ് ആലോചിച്ചു നോക്കി. എന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞു. രണ്ട് കുറുക്കന്മാരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ കുഞ്ഞ് നിങ്ങളുടേതാണെന്നാണ് പറയുന്നത്. രണ്ടുപേർക്കും കൂടി ഈ കുഞ്ഞിനെ തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ഉപായം പറയാം. ഈ കുഞ്ഞിനെ മുറിച്ച് രണ്ടാക്കിയിട്ട് ഒരു കഷ്ണം ഒരാൾക്കും ഒരു കഷ്ണം ഒരാൾക്കും തരാം. ആദ്യം തന്നെ കള്ളക്കുറുക്കനോട് ചോദിച്ചു, നിനക്കിതിന് സമ്മതമാണോ എന്ന്. കള്ളക്കുറുക്കൻ മനസ്സിൽ ആലോചിച്ചു നോക്കി. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവനും കിട്ടണ്ട. കള്ളക്കുറുക്കൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. രണ്ടാമത് സിംഹരാജാവ് അടുത്ത കുറുക്കനോട് ചോദിച്ചു. യഥാർത്ഥത്തിലുള്ള അമ്മ പറഞ്ഞു, വേണ്ട, എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട. എനിക്ക് കിട്ടിയില്ലെങ്കിലും എന്റെ കുഞ്ഞ് ജീവനോടെ ഇരിക്കട്ടെ. തന്റെ കുഞ്ഞിന് ഒരാപത്തും വരരുതെന്ന് വിചാരിച്ച അമ്മയാണ് സ്വന്തം അമ്മ എന്ന് സിംഹം മനസ്സിലാക്കി. അങ്ങനെ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഉമ്മ വെക്കുവാൻ തുടങ്ങി. കള്ളത്തരം കാണിച്ച ആ കുറുക്കനെ ഒരു ജയിലിലാക്കുകയും ചെയ്തു. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയാമോ? സ്നേഹം എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെ മുൻപിൽ കള്ളത്തരം ജയിക്കില്ല. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്ദി.